ഹലോ, എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കണോ? ആദ്യം തന്നെ ഹാപ്പി ക്രിസ്മസ്. ഇത് ഇന്നുണ്ടല്ലോ, ഇന്നൊരു ഡെക്കോർ ഐറ്റം, ഒരു ക്രാഫ്റ്റ് ഐറ്റം ആയിട്ടാട്ടോ ഞാൻ വന്നേക്കുന്നത്. ഇത് അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. എനിക്ക് അത്രയും സമയമെടുത്ത് ചെയ്യാനായിട്ടുള്ള ക്ഷമയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ എനിക്ക് റിസൾട്ട് ഉണ്ടാവണം, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കും. ഇതൊരു 5 മിനിറ്റിൽ ഉണ്ടാക്കാവുന്ന, 5 മിനിറ്റ് 10 മിനിറ്റ് എടുക്കൂല, അത്രയും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ്, ഒരു ഡെക്കറേറ്ററാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഒരു വൈറ്റ് പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈറ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്ന ഒരു ഷീറ്റ് എടുക്കുക. അതിന് ബോർഡർ ആയിട്ട് ഞാൻ എടുത്തേക്കുന്നത്, നമ്മുടെ ഈ ഷൂ ഒക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന പെട്ടിയില്ലേ, പെട്ടിയുടെയൊക്കെ 4 സൈഡിലുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ഈ വൈറ്റ് പേപ്പറിന് ബോർഡർ വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പേപ്പർ എടുത്ത് കളർ അടിച്ചിട്ട് ബോർഡർ വെക്കാം. എങ്ങനെയാണെങ്കിലും ബോർഡർ വെക്കുക, ഒട്ടിച്ച് വയ്ക്കുക. പിന്നെ പൂക്കളുണ്ടാക്കുക. ഈ പൂവുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. പിന്നെ ഈ പൈപ്പ് ക്ലീനർ എന്ന് പറയുന്ന ഈ സാധനത്തിന് ഞാൻ മീഷോയിൽ നിന്നാണ് മേടിച്ചത്. ഇത് 100 പീസ് 12 കളർ വെച്ചിട്ട്, അല്ല, ഓരോ കളറും 12 പീസ് വെച്ചിട്ട് 100 പീസ് ഉണ്ടായിരുന്നു. 170 രൂപ സംതിങ് ആയിരുന്നു കേട്ടോ പൈപ്പ് ക്ലീനറിന്. അത് വെച്ചിട്ട് ഇതേ പൂ ഉണ്ടാക്കുക. അതും ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കുക. ഈ പൂ ഉണ്ടാക്കാൻ ഒരു 3 മിനിറ്റ് വേണ്ട. ഒരു പൂ ഉണ്ടാക്കാനായിട്ട് 3 മിനിറ്റ് പോലും വേണ്ട. അങ്ങനെ ഒരു 6 പൂ ഉണ്ടാക്കി ഞാൻ സെറ്റ് ചെയ്തു. പൂ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് പറയണ്ടല്ലോ, അല്ല അത് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഇനി പറഞ്ഞു തെറ്റിക്കുന്നില്ല. ഇതിങ്ങനെ ജസ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അതിങ്ങനെ തിരിച്ച് വെച്ച് കൊടുത്താൽ മതി. നിങ്ങൾ കണ്ടോ? അതാ നല്ലത്. പിന്നെ ഫ്ലവർ വേസ് ആണ് ഞാൻ ആദ്യം നോക്കിയത്. പക്ഷേ ഫ്ലവർ വേസ് ഉണ്ടാക്കണമെങ്കിൽ ഒത്തിരി പൂവും വേണം, അതിൻ്റെ വേസൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കണം. അത്ര ക്ഷമയൊന്നും എനിക്കില്ല. അപ്പോൾ ഈ ഡെക്കറേറ്റർ ആണെങ്കിൽ അത് ഇച്ചിരി ഈസി ആയിട്ട് ഉണ്ടാക്കാം. ആകെ 4-5 പൂവ് ഉണ്ടാക്കിയാൽ മതി എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്, ഈ വാൾ ഡെക്കോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. ഈ പൈപ്പ് ക്ലീനർ വെച്ചിട്ട് കുറേ ഡെക്കോർ ഐറ്റംസ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്കതൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട്, പക്ഷേ അത്ര നേരം ഇരിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. അതുകൊണ്ട് പക്ഷേ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കണം, എന്തെങ്കിലും ഈസി ആയിട്ടുള്ള ഉണ്ടാക്കണം എന്ന് ഓർത്തിട്ട് ഞാനിത് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ പൈപ്പ് ക്ലീനർ മേടിക്കുകയാണെങ്കിൽ അടിപൊളിയാട്ടോ സംഭവം. കാരണം നല്ല ഭംഗിയാണ് അത് കാണാൻ തന്നെ. അത് വെച്ച് എന്തുണ്ടാക്കിയാലും നല്ല ക്യൂട്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, വലിയ വിലയൊന്നും ഇല്ലല്ലോ. അപ്പം പിള്ളേർക്കാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് മേടിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കുറേ ഉണ്ടാക്കാം, നല്ല ഭംഗിയാണ്. നമ്മൾ ഒത്തിരി മെനക്കെട്ടില്ലെങ്കിൽ പോലും നല്ല ഭംഗിയാണത് കാണാനായിട്ട്. ഞാനിത് വെച്ചിട്ട് ഈ വാൾ ക്രാഫ്റ്റും ഉണ്ടാക്കി, വാളിൽ വെക്കുന്ന ഡെക്കറും ഉണ്ടാക്കി. പിന്നെന്താ, ഒരു ഫ്ലവർ ബോട്ടിൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ നോക്കി, പക്ഷേ ശരിയായില്ല. പിന്നെ ക്ലിപ്പ് ഉണ്ടാക്കി, അത് ഭയങ്കര ഈസി ആട്ടോ. കൊച്ചിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ വെറൈറ്റി സ്റ്റൈലിൽ നമുക്ക് ക്ലിപ്പ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഹെയർ ബാൻഡിലൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ റീസെൻ്റായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റമാണ് ഈ പൈപ്പ് ക്ലീനറിന്. ഇതെന്താ സംഭവം എന്ന് എനിക്കും അറിയില്ല, എല്ലാവരും ചെയ്യുന്നത് കണ്ടു. അപ്പോൾ എനിക്കൊരു കൊതി ഇങ്ങനെ ഓരോന്ന് ചെയ്തു നോക്കാനായിട്ട്. മാല ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മാല ഉണ്ടാക്കാൻ കൊതി. അങ്ങനെ ഞാൻ കുറേ മാല ഉണ്ടാക്കി, കുറച്ചൊക്കെ കൊടുത്തു ആൾക്കാർക്കൊക്കെ, കുറച്ച് പൈസയൊക്കെ കിട്ടി. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് അതൊന്ന് ചെയ്തു നോക്കാം. നമുക്കെല്ലാം ഇങ്ങനെ ചെയ്തു നോക്കാനായിട്ട് തോന്നുമല്ലോ. ഇങ്ങനെ എന്നെപ്പോലെ നമുക്കിങ്ങനെ ചെയ്തു നോക്കാനായിട്ട് തോന്നുന്നവരുണ്ടോ? നിങ്ങൾക്കും അങ്ങനെ തോന്നാറുണ്ടോ? പക്ഷേ ഇതൊക്കെ എവിടം വരെ എത്തുമെന്ന് എനിക്കറിയില്ല. എല്ലാം പകുതി വഴിക്ക് അവസാനം ഉപേക്ഷിക്കുകയാണ് പതിവ്. അത് വേറെ സത്യം. അതൊക്കെ പോട്ടെ. എല്ലാവരും ക്രിസ്മസ് പരിപാടിയൊക്കെ എന്തായി, എങ്ങനെയുണ്ട്? ക്രിസ്മസൊക്കെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇവിടെയും ക്രിസ്മസ് പരിപാടികളൊക്കെ ഇങ്ങനെ നടക്കുന്നു. 2-3 കരോളൊക്കെ കണ്ടു. ഒരു ചെറിയ പുൽക്കൂട് ഉണ്ടാക്കി, ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയ പുൽക്കൂട്. പിന്നെ കൊച്ചിൻ്റെ കൂടെ ഇതൊക്കെ എൻജോയ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക രസം. അവളുടെ കണ്ണിൽ കാണുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ഈ മറ്റേ ക്രിസ്മസ് പാപ്പേനെയൊക്കെ കാണുമ്പോഴത്തേക്കും കൊച്ചിന് എന്നാ സന്തോഷമാണോ അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം. അവൾ കയ്യിലിരുന്ന് ഇങ്ങനെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമായിരുന്നു. പിന്നെ ഞാൻ പറയാൻ മറന്നു, ഞാൻ ഈ വരയ്ക്കുന്ന സംഭവം എനിക്ക് വരയ്ക്കാൻ ഒട്ടും അറിയില്ല. എനിക്ക് ഇതിൻ്റെ ബേസിക് ഒന്നും അറിയില്ല. എനിക്ക് വരയ്ക്കാനും അറിയാൻ മേല. അതുകൊണ്ട് ഞാൻ ഈസി പണിയാണ് ഞാൻ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം. വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ നല്ലതായിട്ട് ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പൈപ്പ് ക്ലീനറിൻ്റെ ഗ്രീൻ കളർ എടുത്ത് തന്നെ അതിൻ്റെ മറ്റേ കമ്പും ഇലയൊക്കെ ഉണ്ടാക്കാനും പറ്റും കേട്ടോ. ഞാനതൊന്നും മെനക്കെടാതെ ഇച്ചിരി ഈസി ആയിട്ട് ഞാൻ ചെയ്തതാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം.